ഹായ് വെൽക്കം ടു മാറ്റ്കം. മറ്റൊരു എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് കീഴിലുള്ള പുതിയൊരു നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറികളുടെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. സോ ദറ്റ് ഈസ് NTPC നോട്ടിഫിക്കേഷൻ ഫോർ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ്. ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ നമ്പർ 05/2024 ആൻഡ് 06/2024. സോ ബേസിക്കലി ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് 14/9/2024 സെപ്റ്റംബർ 14 ആരംഭിച്ച് ഒക്ടോബർ 13 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് RRBയുടെ ഒഫീഷ്യൽ വേരിയസ് RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ നൽകേണ്ടത് ഓൺലൈൻ മോഡിലാണ്. സോ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആൾറെഡി പറഞ്ഞിരിക്കുന്നത് പോലെ നോൺ ടെക്നിക്കൽ പോപ്പുലർ പോസ്റ്റ്. സോ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ടെക്നിക്കൽ പോസ്റ്റുകളല്ലാത്ത ഫോർ എഞ്ചിനീയർ അങ്ങനത്തെ ടെക്നിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് ടെക്നിക്കൽ പോസ്റ്റുകളല്ലാത്ത ജനറൽ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് NTPC നടന്നത്. ദറ്റ് ഈസ് നാഷണൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. അത് ഗ്രാജുവേറ്റ് പോസ്റ്റുകളും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും കോഡ് ഫോർ ചെയ്തിട്ടുണ്ട്. വന്നിരിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിൽ വന്നിരിക്കുന്ന ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഏകദേശം 1736 വേക്കൻസി, സ്റ്റേഷൻ മാസ്റ്റർ 994 വേക്കൻസി, ഗുഡ്സ് ട്രെയിൻ മാനേജർ 3144 വേക്കൻസി, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് വേക്കൻസി 1507 വേക്കൻസി, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വേക്കൻസി 732. മൊത്തം എല്ലാ RRBകളിലുമായിട്ട് ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ 8113 വേക്കൻസികൾ വന്നിട്ടുണ്ട്. Upper age limit including relaxation of 3 years age beyond for the prescribed age as one time measured due to COVID-19. COVID-19 പാൻഡമിക്കിന് ശേഷം വരുന്ന ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഒരു ഏജ് റിലാക്സേഷൻ അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ എന്ന് പറയുന്ന 3 years കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഈ ഒരു തവണത്തേക്ക് മാത്രം. ഇനി ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ ആപ്ലിക്കേഷൻ സെപ്റ്റംബർ മാസം 21 മുതൽ ഒക്ടോബർ മാസം 10 വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നത്. ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് കാറ്റഗറി 2022 വേക്കൻസി, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൽ 361 വേക്കൻസി, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൽ 990 വേക്കൻസി, ട്രെയിൻ ക്ലർക്കിൽ 72 വേക്കൻസി. അങ്ങനെ മൊത്തം 3445 വേക്കൻസികളാണ് എല്ലാ RRBകളിലുമായിട്ട് വന്നിരിക്കുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് 05/2024 06/2024 എന്ന് പറയുന്ന നമ്പറിൽ എല്ലാ RRBകളിലും വരുന്നതാണ്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2021 ജനുവരി 1 ആസ് പെർ ഡേറ്റ് വെച്ചായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ പോസ്റ്റുകളും നോക്കുമ്പോൾ ഓരോ പോസ്റ്റിനും ആവശ്യമായിട്ടുള്ള മെഡിക്കൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഈ മെഡിക്കൽ റിക്വയർമെന്റ് ആണ് A2, A3, B1, B2, C2 എന്നുള്ള രീതിയിൽ തന്നിരിക്കുന്നത്. ഇതെന്താണെന്ന് കൂടി നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ A2, A3, B2, C2 ഇതേത് നോക്കിയാലും ദ ഫിസിക്കലി ഫിറ്റ് എല്ലാ ആസ്പെക്ടുകളും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഇവിടെ ഡിഫറൻസ് ഉള്ളത് എന്ന് പറയുന്നത് A2 മാത്രം യു നീഡ് ടു ഗെറ്റ് ഡിസ്റ്റന്റ് വിഷൻ 6/9 വിത്തൗട്ട് ഗ്ലാസ്. വിത്തൗട്ട് ഗ്ലാസ്സിൽ നമുക്ക് 6/9 വിഷൻ ഉണ്ടായിരിക്കണം. നിയർ വിഷൻ 0.6 വിത്തൗട്ട് ഗ്ലാസ്സിൽ 0.6 ഉണ്ടായിരിക്കണം. നമ്മൾ കളർ വിഷന്റെ ടെസ്റ്റ് അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ തുടങ്ങിയ ടെസ്റ്റുകളെല്ലാം പാസ് ആവുകയും ചെയ്യണം. ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടാവരുത്. അങ്ങനെ കണ്ടീഷൻ കൂടിയുണ്ട്. ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. A3 കാറ്റഗറിയിലാണ് വിത്ത് ആവും വിത്തൗട്ട് ഗ്ലാസ് ആവും. ഗ്ലാസ് വെച്ച് ഗ്ലാസ് ഇല്ലാതെ 6/9 വിഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ കളർ വിഷന്റെ ടെസ്റ്റ് പാസ് ആവണം. ബൈനോക്കുലർ വിഷന്റെ ടെസ്റ്റ് പാസ് ആവണം. നൈറ്റ് വിഷൻ, മയോപിക് വിഷനുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ പാസ് ആവണം. 0.6 ആണ് നിയർ വിഷനിൽ നമുക്ക് 0.6 ഉണ്ടായിരിക്കുകയും വേണം. ദെൻ എന്താണ് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ്. B2 കാറ്റഗറി സെയിം തന്നെ 6/9 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. ഇവിടെ നമ്മൾ A3 കാറ്റഗറിയുടെ 6/9 ആണ് വേണ്ടത്. ഇവിടെ 6/9 6/12 ഉണ്ടായാൽ മതി. പവർ ഓഫ് ദ ലെൻസ് എന്ന് പറയുന്നത് 4 ഡയോപ്റ്ററി കൂടുതലാവാൻ പാടില്ല. A3യിലാണെങ്കിൽ പവർ ഓഫ് ദ ലെൻസ് എന്ന് പറയുന്നത് 2 ഡയോപ്റ്ററി കൂടുതലാവാനായിട്ട് പാടില്ല. C2 കാറ്റഗറിയിലാണെങ്കിൽ ഡിസ്റ്റൻസ് വിഷൻ എന്ന് പറയുന്നത് 6/12 വരെ അലൗഡ് ആണ്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ഓക്കെയാണ്. പിന്നെ എന്താണ് where reading and the close work is required. So you need a near vision of 0.6 ന് നിയർ വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഓരോ പോസ്റ്റിനെയും നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ള പോസ്റ്റ് ആ പോസ്റ്റിൽ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കിയതിനു ശേഷം ഏതെങ്കിലും ഒരു ഒഫ്താൽമിക് സെന്ററിൽ അല്ലെങ്കിൽ ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളുടെ വിഷൻ ചെക്ക് ചെയ്ത് നോക്കുക. വിഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുമെന്ന് കണ്ടുപിടിക്കുക. ആ കാറ്റഗറി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രം ഏത് പോസ്റ്റാണ് സ്യൂട്ടബിൾ ആ പോസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, ഫൈൻ.
When you're considering the application fees എന്ന് പറയുന്നത് 500 rupees ആണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ 400 രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ബിലോങ്സ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, എക്സ് സർവീസ്മാൻ, അല്ലെങ്കിൽ PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസോ അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻസോ ആണെങ്കിൽ economically backward sections economically backward section should not be confused with the OBC or EWS. അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻ എന്ന് പറയുന്നതും EWS എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറിയാണ്. അത് രണ്ടും നമ്മൾ കൺഫ്യൂസ്ഡ് ആവാനായിട്ട് പാടില്ല. രണ്ട് കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറിയാണെന്ന് നോക്കിയിട്ട് മാത്രം ഫീസ് അടയ്ക്കുന്നതിനെ പറ്റി തീരുമാനിക്കാം. സോ ഫീസ് എന്ന് പറയുന്നത് 250 രൂപയായിരിക്കും. 250 രൂപ നിങ്ങൾ ഫീസ് അടച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 250 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് വരുന്നതാവും. റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് നമ്മൾ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 05/2024 അല്ലെങ്കിൽ 06/2024 നോട്ടിഫിക്കേഷൻ നമ്പർ ഇട്ട് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഡിസ്ക്രിപ്റ്റീവ് വീഡിയോ കൂടി നൽകുന്നതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഫോർ എക്സാമ്പിൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, എന്താണ് ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ, ഇവർക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. മോഡ് ഓഫ് ദി എക്സാമിനേഷൻ എന്ന് പറയുന്ന CBT ആണ്. സിലബസും കാര്യങ്ങളും എല്ലാം സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിരിക്കും. സോ ഏതൊക്കെ RRBകൾ, നമുക്ക് കുറെ RRBകൾ ഉണ്ട്. ഈ 21 RRBകളിലായിട്ട് നിങ്ങൾക്ക് ഏത് RRB ആണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്ന. അഹമ്മദാബാദിലാണോ, ചെന്നൈയിലാണോ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്താണോ, ഏത് RRB വേണമെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ആപ്ലിക്കേഷനുള്ള ജനറൽ ഗൈഡ് ലൈൻസ്, എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവ കാര്യങ്ങളെല്ലാം എന്താണ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസിൽ അവൈലബിൾ ആയിരിക്കും. A candidate can apply only to one RRB, only one online application to be submitted. നമ്മൾ ഏതെങ്കിലും ഒരു RRBയിൽ മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടുള്ളൂ. ആ RRBയിൽ മാത്രമായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യപ്പെടുക. കാൻഡിഡേറ്റ് മസ്റ്റ് കീപ് ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, രജിസ്റ്റേർഡ് ഇമെയിൽ ID, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, വാലിഡ് ആയിട്ട് ഇമെയിൽ ID, മൊബൈൽ നമ്പർ എപ്പോൾ കോൺടാക്ട് ചെയ്താലും കിട്ടാവുന്ന രീതിയിലുള്ള ഡേറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഈ പുതിയ നോട്ടിഫിക്കേഷൻ, അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്കുള്ള സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 05/2024, 06/2024. ഇത് അതിന്റെ ഒരു ഇന്റിമേഷൻ സ്ലിപ്പ് മാത്രമാണ്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ താമസിയാതെ വരും. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫർദർ വീഡിയോ കൂടി കാണുന്നതായിരിക്കും. എക്സ്പ്ലനേഷൻ, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആവശ്യമാണെങ്കിൽ ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യം കൂടി നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാം. As a token of gratitude, please like to this particular video, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.